മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നവന്റെ വിധി എന്താണ്? അവൻ കാഫിറാണ്. ആ കാഫിറായ മുസ്ലിമിനെ പൊതു മുസ്ലിം സമുദായത്തിന് എന്ത് ബാധ്യതയാണ് അവരോടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ പോകുന്നു. നിസ്കരിക്കാതെ നടന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഒരിക്കലും ഈ വാചകം കേട്ടിട്ട് എന്നോട് ദേഷ്യം പിടിക്കരുത്. കാരണം ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ ഇൽമാണ്. ഇത് നബിയുടെ വാചകത്തിനോട് ഖിയാസ് ചെയ്ത വാചകങ്ങളാണ്. അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് വീണ്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിക്കാനല്ല, വിനയത്തോടുകൂടി ഇന്നു മുതൽ നാളെ മുതൽ സുബ്ഹി മുതൽ തുടങ്ങണം. മരണം വരെ ജീവിതത്തിൽ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല, ജമാഅത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വാക്ക് പറയുന്നത്. ഏതാ പണ്ഡിതന്മാർ പറയുകയാണ്, ഇന്ന തറക സ്വലാത്തി കുഫ്റുൻ. തീർച്ചയായും നമസ്കാരം അത് ഉപേക്ഷിക്കൽ കുഫ്റാണ്, മുഖ്രിജുൻ അനിൽ മില്ല. ഇസ്ലാമിന്റെ ഈ പാതയിൽ നിന്ന് അഥവാ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയാണ് കാഫിറും ഖാരിജുൻ അനിൽ മില്ല, അവൻ മതത്തിൽ നിന്ന് പുറത്തു പോയവൻ നിഷേധിയുമാണ്. അവനൊരു ഭാര്യ ഉണ്ടെങ്കിൽ, അവന് ഇസ്ലാമികമായി നിക്കാഹ് ചെയ്ത് കഴിച്ച ഭാര്യയാണെങ്കിൽ, ഈ നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനാണോ എങ്കിൽ അവന്റെ നിക്കാഹ് അതോടുകൂടി തന്നെ ബാത്തിലായി. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോളെ, നിസ്കരിക്കാത്ത ഭർത്താവിന്റെ കൂടെയാണ് കിടക്കുന്നതെങ്കിൽ ഹറാം. ഒരു വേശ്യപ്പെണ്ണ് പോലെയായി മാറും. കാരണം അവന് ശരീരം കൊടുത്താൽ, കാരണം നിക്കാഹ് ബാത്തിലായാൽ പിന്നെ നിനക്ക് ബന്ധപ്പെടാൻ പറ്റൂല. അതുപോലെ തന്നെ അവൾക്ക് ഒരിക്കലും നിന്നോട് സഹകരിക്കാനും പറ്റൂല. മാത്രമല്ല വലാ തഖല്ലുദ് ബിഹാ, അവൻ അറുത്തത് തിന്നാനും പാടില്ല. വലാ യുഖ്ബല മിൻഹു സൗമും വലാ സകാ, അവന്റെ നോമ്പോ സകാത്തോ അല്ലാഹുവിന്റെ സന്നിധിയിൽ കബൂലാക്കൂല. അതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. വലാ യജൂസു അൻ യദുഹ അതുപോലെ തന്നെ അവൻ മക്കയിലോ ഹറമിലോ പ്രവേശിക്കാൻ പാടില്ല, അവൻ അവിടെ കടത്താനും പാടില്ല. ചെറുപ്പക്കാരായ ഇതിന്റെ ഗൗരവം എത്രയാണ്? പണ്ഡിതന്മാര് പറഞ്ഞ വാചകമാണ്, അഖില സുന്നയുടെ അമരക്കാരുടെ വാചകമാണ്. ഞാനുണ്ടാക്കി പറയുന്നതല്ല, കേട്ടോളൂ. എന്നാണ് അവനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലൊരു വിശ്വാസിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന നിയമത്തോടുകൂടി അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ കഫൻ മയ്യത്ത് കഫൻ ചെയ്യുന്ന പോലെ അവന്റെ മയ്യത്ത് കഫൻ ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മുസ്ലിം മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്ന പോലെ അവനാരും മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല. അതുപോലെ മുസ്ലിങ്ങളുടെ പൊതു ഖബർസ്ഥാനില്, മഹല്ല് ഖബർസ്ഥാനില് അവനെ മറവ് ചെയ്യാനും പാടില്ല. എന്നിട്ട് അവിടുന്ന് പറയാണ്, അവനെ എന്താണ് ചെയ്യേണ്ടത്? കൊണ്ടുപോയി ഏതെങ്കിലും ഒക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു വലിയ കുഴി മാന്തിയിട്ട് ആ കുഴിയിലേക്ക് അവനെ തട്ടിയാൽ മതി. കുഴിപ്പാഴ്ചൊക്കെ കൊണ്ടുപോകുന്ന പോലെ, ദുർഗന്ധങ്ങൾ ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന പോലെ. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാര് പറയാണ്, അവനെ കുളിപ്പിക്കാൻ പാടില്ല, മയ്യത്തിസ്കരിക്കാൻ പാടില്ല, കഫൻ ചെയ്യാൻ പാടില്ല, പൊതുമഹല്ല് ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളിൽ കുഴി കുത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എറിയണമെന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ ഇത്ര കൂടെ പറഞ്ഞു എന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കാത്തവനായി മരിച്ചുപോയാൽ അവന്റെ പേര് വെറുതെ മയ്യത്ത് നമസ്കാരം ഉണ്ടാക്കിയിട്ട് ഉസ്താദന്മാരെയും പണ്ഡിതന്മാരെയും നാട്ടുകാരെയും വഞ്ചിക്കരുത് എന്ന് പണ്ഡിതന്മാര് ആ മയ്യത്തിന്റെ കുടുംബക്കാരോട് പറയുകയാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിച്ചാൽ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല.